അദ്ദേഹം നമ്മളിനി അൽജാമിയയിലേക്ക് പോകണം. അദ്ദേഹം അൽജാമിയയിലെ ആദ്യ ബാച്ചിന്റെ പുതിയ പരിഷ്കരിച്ച പുസ്തകത്തിന്റെ ആദ്യ ബാച്ചിന്റെ പ്രതിനിധിയാണ്. ആ ഒരു ബാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഏകദേശം ശാന്തപുരം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു അക്കാദമിക് എക്സലൻസ് ആയി നമ്മൾ കണ്ടിരുന്നത് മാക്സിമം ഒരു PG പിന്നെ ഒരു B.Ed. അപൂർവം ആളുകൾ മാത്രമാണ് PhD നേടിയിരുന്നത്. എന്നാൽ ശാന്തപുരം അൽജാമിയയായി മാറിയതോടുകൂടി അതിന്റെ ലക്ഷ്യത്തിൽ തന്നെ റിസർച്ച് സ്കോളേഴ്സിനെ വളർത്തിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ ഒരു ബാച്ച് കൂടിയാണ് സൈഫുദ്ദീൻ കുഞ്ഞുവിന്റെ ബാച്ച്. 8ഓളം 2003 ബാച്ചുകളായി 12ഓളം PhD-കാരാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് തുടരുന്നു. അദ്ദേഹം പിന്നെ ശാന്തപുരത്ത് 8 വർഷമാണ് പഠിച്ചത്. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം ഹംദർദ്, ജാമിയ മില്ലിയയിലൊക്കെ ആയിട്ട് 2 PG, MA പൊളിറ്റിക്സ്, MA തിയോളജി, MPhil, PhD ഒക്കെ നേടി. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, 8 വർഷം ഇവിടെ പഠിച്ചു, അത്ര തന്നെ താങ്കൾ പിന്നെ മറ്റു യൂണിവേഴ്സിറ്റികളും പഠിച്ചു. ഈ 2 യൂണിവേഴ്സിറ്റികളിലെയും തുലനം ചെയ്യുമ്പോൾ, ശാന്തപുരം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അധികം തുലനം ചെയ്യുമ്പോൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയായി തോന്നിയത് താങ്കൾക്ക് എന്താണ്? 10 വർഷമാണ് പഠിച്ചത് ശാന്തപുരത്തിന് ശേഷം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇസ്ലാമിക ജ്ഞാന ശാസ്ത്രങ്ങളിലും മറ്റെല്ലാത്തിലും ഒരു ബേസ് ശാന്തപുരം തരുന്നു എന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് പോകുന്ന എല്ലാവരും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കലാലയങ്ങളിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒന്ന് ബ്രാഹ്മണിക് ഹിസ്റ്റോറിക്കൽ നരേറ്റീവും മറ്റൊന്ന് ഓറിയന്റലിസ്റ്റ് നരേറ്റീവ്സുമാണ്. ഏറ്റവും ആദ്യ ഉദാഹരണം അവിടെ ജാമിയ ഹംദത്തിൽ ഇസ്ലാം സ്റ്റഡീസിൽ ഇസ്ലാമിൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ പഠിപ്പിക്കുമ്പോൾ 700കളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിന്റെ വരവിനെ കുറിച്ച് അവർ പറഞ്ഞത്. ചെയർമാൻ പെരുമാളിന്റെയും മാലിക് ദിനാറിന്റെയും സംഭവം പറഞ്ഞപ്പോൾ അത് മിത്താണെന്നാണ് എൻ്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞത്. ആ ഒരു തരത്തിലാണ് ഒരു കോർ പെരിഫറി ഒരു ഡിഫറൻസ് ഈ അവിടുത്തെ ചരിത്ര വ്യാഖ്യാനങ്ങളിലും ഇസ്ലാം സ്റ്റഡീസ് മേഖലകളിലും എല്ലാത്തിനും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശാന്തപുരത്ത് നിന്ന് പഠിച്ച ഒരു വിജ്ഞാനം വളരെ ഉപകാരപ്രദമായി മാറി. പ്രത്യേകിച്ച് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവിടെ വളരെ യാഥാസ്ഥികമായ നിലപാടാണ് ഉണ്ടായിരുന്നത്. അതായത് യാഥാസ്ഥികം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സ്കോളർ ഉലമ ഒരു ഡിഫറൻസ് പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ശക്തമാണ്. അതായത് ദീൻ പഠിച്ചവൻ ആലിമും ദീനിനെ കുറിച്ച് പഠിക്കുന്നവൻ സ്കോളറുമാണ്. ഈ ഒരു ഡിഫറൻസിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണ് ഇസ്ലാം സ്റ്റഡീസ് പോലുള്ള സോഷ്യൽ സയൻസിലെ മുസ്ലിം പ്രായങ്ങളെല്ലാം ആ ഒരു തരത്തിലാണ്, സ്കോളറുകളാണ്. അവിടെ ആരും ഉലമാക്കളില്ല. ഉലമാക്കളോട് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസർച്ചിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കൂടുതൽ നന്നായി പഠിക്കുവാനും നല്ല തരത്തിലൊരു അവബോധം ഉണ്ടാക്കുവാനും ശാന്തപുരം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് പൊതുവെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തിമാണ്, മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് പല പ്രശ്നങ്ങൾ പറഞ്ഞ കാഴ്ചപ്പാടിൽ നിന്ന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ശാന്തപുരത്തു നിന്നാണ് കിട്ടിയത്. ഇസ്ലാമിക ലോകത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും മുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ചും ഇവിടുന്ന് കിട്ടിയ, നേരത്തെ പറഞ്ഞ പോലെ സമാജങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നും നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ അനുഭവങ്ങളാണ് ഇവിടെ നല്ലൊരു നീതിയുക്തമായ നിലപാടുണ്ടാക്കുവാൻ നമ്മളെ സഹായിച്ചത്. ഓക്കെ താങ്ക് യു. അടുത്ത അംജദ്